നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനായി ഇവിടെ ഒരു 10 നെല്ലിക്ക, വലിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അത് മുങ്ങുന്ന വിധത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചു വച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ നേരത്തേക്ക് അതങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഇതിൻ്റെ അല്ലി ഇതുപോലെ അടർത്തിയെടുക്കാൻ എളുപ്പമുണ്ടാകും. കുരു മാറ്റി എല്ലാ നെല്ലിക്കയും ഇതുപോലെ അല്ലിയാക്കി വെക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വെച്ച് ഒരു 12 മണിക്കൂർ നേരത്തേക്ക് ആ ഉപ്പൊന്ന് അതിലേക്ക് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെല്ലിക്കയേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയ അളവിൽ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് കളറിന് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നനച്ച് കുതിർത്തതിന് ശേഷം ഈ എണ്ണയിലേക്കിട്ട് ഇതുപോലെ വഴറ്റണം. ഒന്ന് നന്നായി വഴന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റണം. ഈ നെല്ലിക്ക ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഈ നെല്ലിക്ക ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളയ്ക്കാൻ അനുവദിക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യണം. നന്നായി തിളച്ചതിന് ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നീട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കണം. എല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് ആ നെല്ലിക്ക ഒരു വേവാകുമ്പോൾ ജസ്റ്റ് ഒന്ന്, ഒത്തിരി കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വേവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ബോട്ടിലാക്കി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. മുകളിൽ എണ്ണ കിടന്നാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.